ഹായ് ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇമോഷൻസിനെ കുറിച്ച് പറയാനാട്ടോ. തുടക്കത്തിലേ പറയട്ടെ, ഈ വീഡിയോ മേ ബി ഇച്ചിരി ലെങ്തി ആയോളാട്ടോ. പക്ഷെ നമ്മൾ ഇച്ചിരി സമയം സ്പെൻഡ് ചെയ്ത് ഇതൊന്ന് കേൾക്കാൻ ശ്രമിച്ചാല് നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ഒരു പക്ഷേ നമുക്ക് സാധിക്കും. ഇമോഷൻസ് എല്ലാവർക്കും പല രീതിയിൽ, പല ഇമോഷൻസ് പല രീതിയിലാണ് പലരും എക്സ്പ്രസ് ചെയ്യുക അല്ലെ. ജനിച്ചു വീഴുന്ന കൊച്ചു മുതല് കിടപ്പിലായി സംസാരിക്കാൻ കഴിയാത്ത വയസ്സായവര് അല്ലെങ്കിൽ ചെറുപ്പക്കാരായിക്കോട്ടെ, അവർക്ക് വരെ പലതരം ഇമോഷൻസ് ആയിരിക്കും. എല്ലാവരും എല്ലാ ഇമോഷൻസും ഒരുപോലെ ആവില്ല എക്സ്പ്രസ് ചെയ്യുക അല്ലെ. ഇപ്പൊ ചുരുക്കം പറഞ്ഞ കുട്ടികള് ദേഷ്യം വരുമ്പോ അല്ലെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റാത്ത വേദനകൾ വരുമ്പോ ചിലപ്പോൾ അവര് പൊട്ടിത്തെറിക്കും അല്ലെങ്കിൽ കരയായിരിക്കും. അവർക്ക് അപ്പൊ എന്ത് ചെയ്യാൻ തോന്നുന്നു അതുപോലെ ആയിരിക്കും അവർ എക്സ്പ്രസ് ചെയ്യാറ്. നമ്മൾ മുതിർന്നവരാണെങ്കിൽ എന്താ ചെയ്യാം, നമുക്ക് ദേഷ്യം വന്നിരിക്കുന്ന സമയമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നവരോട് നമ്മൾ എക്സ്പ്രസ് ചെയ്യും. പക്ഷെ എക്സ്പ്രസ് ചെയ്യുന്ന രീതി എങ്ങനെയായിരിക്കും, അവരെ ചീത്ത പറഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ അവരോട് ചാടി കയറിയിട്ടായിരിക്കും, തട്ടി കയറിയിട്ടായിരിക്കും. അതും അവരെ ചീത്ത പറയുന്നത് നിസാര കാര്യങ്ങൾക്കായിരിക്കും. പക്ഷെ അതൊരിക്കലും നിങ്ങൾക്ക് ദേഷ്യം കൊണ്ടാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് കൊണ്ടാണെന്നോ അവർക്ക് മനസ്സിലാവില്ല. അവർ നോക്കുമ്പോൾ എല്ലാ നേരവും എല്ലാത്തിനും നിങ്ങൾ അവരിങ്ങനെ പഴിച്ചാരിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ടും തോന്നും എന്നെ ഇഷ്ടമല്ല അല്ലെങ്കിൽ എന്നോട് താല്പര്യമില്ല. കുട്ടികളൊന്നല്ല കേട്ടോ, ഏത് പ്രായക്കാരായാലും നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരും. നമുക്ക് സ്ട്രെസ്സും സ്ട്രെയിനും നമ്മൾ എന്ത് ചെയ്യണം, നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളെ നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് കുറച്ച് സമയം എടുത്ത് റിലാക്സ് ചെയ്ത് അവരോട് പറയാം. നമ്മൾ പറയുന്ന അതേ വേവ് ലെങ്തിൽ എടുക്കാൻ പറ്റും എന്നുള്ള ഒരാളെ നമ്മൾ കണ്ടെത്തുക തന്നെ വേണം. എന്നിട്ട് അവരോട് പറയുമ്പോൾ അവര് നമുക്ക് അതിന് ഒരു സൊല്യൂഷൻ പറഞ്ഞു അല്ലെങ്കിൽ സജഷൻസ് തരും. അതിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് സ്വീകരിക്കുക. നമ്മളിങ്ങനെ ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ്സും സ്ട്രെയിനും നമുക്ക് തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ട് കണ്ടിട്ട് നമ്മൾ മറ്റൊരാളുടെ മുന്നിൽ പൊട്ടിത്തെറിക്കുമ്പോൾ എന്താ ഉണ്ടാകാന്നറിയും. അവർക്ക് ഉണ്ടാകുന്ന ഫീലിങ്സ്, വേദനകള് അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ്, ആവശ്യങ്ങൾ ഒന്നും നമ്മളോടായിട്ട് ഷെയർ ചെയ്യാണ്ടായിട്ട് വരും. ഒരു ഉദാഹരണം പറയാം. ഇച്ചിരി നടക്കാൻ പ്രയാസമാണ് അല്ലെങ്കിൽ അടിക്കടിക്ക് വയ്യായകൾ വരുന്ന ഒരാള് ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അയാൾ വീഴാനിടയായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം പറ്റി അയാൾക്ക്. അപ്പൊ നമ്മളിത് കണ്ടല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ട് അവരോട് ചാടി കടിക്കാണ് അല്ലെങ്കിൽ അവരെ കളിയാക്കാണ്, അവർക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ അവരോട് പെരുമാറുന്നതെങ്കിൽ അതുമൂലം അവർക്ക് ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ അപകടം പറ്റിയപ്പോൾ അവർക്ക് ഉണ്ടായിരിക്കുന്ന വേദനകളോ ബുദ്ധിമുട്ടുകളോ അവർ നമ്മളോട് ഷെയർ ചെയ്യില്ല. അവർ ഷെയർ ചെയ്യുന്നത് എപ്പോഴായിരിക്കും അറിയുമോ, അവർക്കത് സഹിക്കാൻ പറ്റാണ്ടാകുമ്പോൾ അത് അവരെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നൊരു സാഹചര്യം വരുമ്പോഴായിരിക്കും അല്ലെ. ഇപ്പൊ നമ്മുടെ ഒരു കുട്ടി വീണു, ആ കുട്ടി വീണ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവരെ ചീത്ത പറയും. എവിടെ നോക്കിയാ നീ നടക്കണേ, എന്തിട്ടും നോക്കി നടക്കണേ, നിന്നോട് പറഞ്ഞിട്ടില്ലേ വീഴാണ്ട് നടക്കണം എന്നൊക്കെ. ആ വീഴ്ചയിൽ ആ കുട്ടിക്ക് എന്തിട്ടെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പുറമേ നമുക്ക് കാണാൻ പറ്റില്ല, ഉള്ളിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ, ആ സമയത്ത് ആ കുട്ടി നമ്മളോട് പറയൂ ഇല്ല, അവൻ മിണ്ടാണ്ടിരിക്കും, അവന്റെ വേദനകൾ അവൻ കടിച്ചമർത്തും അല്ലെ. പിന്നീട് അവൻ എപ്പോഴത് പറയാ, കാലിന് അല്ലെങ്കിൽ എവിടെയാണോ പറ്റിയിരിക്കുന്നത് അത് അവൻ ആ വേദന അവൻ സഹിക്കാൻ പറ്റാണ്ടാവുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അവിടെ ആ മാറ്റങ്ങൾ കണ്ടു തുടങ്ങണം. അപ്പോഴേക്കും അവന്റെ ഏറ്റവും വേഴ്സ്റ്റ് ഫോമിലായിട്ടുണ്ടാവും. ഈ മുള്ളുകൊണ്ടെടുക്കുന്നത് തൂമ്പുകൊണ്ടെടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടാകും. അതെന്തുകൊണ്ട് അവൻ ആ സമയത്ത് അത് എക്സ്പ്രസ് ചെയ്യാണ്ടിരുന്നത്, നമ്മൾ അവനോട് ചാടി കടിച്ച കാരണം അല്ലെ. അതുപോലെ തന്നെയാണ് ഓരോരുത്തരും. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി അവൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവനോട് എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ അവനെ വിളിച്ചാൽ ചിലപ്പോൾ അവൻ മൈൻഡ് ചെയ്യുന്നില്ല, വരണമെന്നില്ല, വിളി കേൾക്കണമെന്നില്ല. എന്തുകൊണ്ടായിരിക്കും, അവൻ ആ സമയത്ത് അവനെ എനിക്ക് പോയാൽ ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷ ആ ഫ്ലോ അങ്ങ് പോകും. ആ പഠിച്ചുകൊണ്ടിരുന്ന ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പഠിക്കണം എന്നുള്ളൊരു ജ്വരം അവനിൽ നിന്ന് പോകുമെന്ന് അവന് തോന്നുന്നത് കൊണ്ടാണ് ആ സമയത്ത് അവൻ നമ്മളോട് റെസ്പോണ്ട് ചെയ്യാത്തത്. അതിന് നമ്മൾ ചാടി കഴിച്ചാൽ ഒരു നെഗറ്റീവ് കമന്റ് ആയിട്ട് പറഞ്ഞാൽ അവിടെ തീരുമാ കുട്ടിയുടെ പഠിത്തം അല്ലെ. ഇപ്പൊ ഞാൻ വിളിക്കണം, ഇങ്ങ് വന്നതിനൊരു ഇത് നിർത്തുക എന്ന് പറയുന്ന സമയത്ത് എന്റെ കുട്ടി വന്നില്ല, ഞാനപ്പ അവനോട് പറയാണ്, ഓ നീ അപ്പൊ പഠിച്ച് മലമറക്കിയാണ്, നീ പഠിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ അവനവന്റെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടായിരിക്കും ആ കുട്ടി ആ സമയത്ത് പഠിക്കുന്നത്. ഒരു പക്ഷെ അവന് ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും അവൻ ഫുൾ സ്ട്രെയിൻ എടുത്ത് പഠിക്കുന്നത്. ഞാൻ ഈ പറയുന്ന ഒരൊറ്റ ഡയലോഗ് കൊണ്ട് ആ കുട്ടിക്ക് പിന്നെ ആ സബ്ജക്റ്റ് നല്ല ഒരു സബ്ജക്റ്റും പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. പിന്നെ അവൻ പഠിക്കാനിരിക്കുമ്പോഴൊക്കെ ഈ ഒരു ഡയലോഗ് ഇങ്ങനെ ട്രിഗർ ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. ശരിയാ, ഞാൻ പഠിച്ചിട്ട് എനിക്കൊന്നും കിട്ടില്ല, അമ്മ പറഞ്ഞത് ശരിയാ, ഞാൻ പഠിച്ചിട്ട് എന്താ കാര്യം എന്നൊരു തോന്നല് ആ കുട്ടിയുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ,
എത്ര ട്രെയിനിങ് കൊടുത്താലും ആ കുട്ടിക്ക് പിന്നീട് ഉയർന്നു വരാൻ സാധിക്കില്ല. അത് നമ്മളായാലും അങ്ങനെയല്ലേ, നമ്മുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ട്രൈ ചെയ്യണം, നമ്മളത് ഇമ്പ്രൂവ് ചെയ്യാൻ. ആ സമയത്ത് നമ്മളെ അങ്ങ് ഡിപ്രഷനിലേക്ക് വീഴാൻ പാകത്തിന് ഒരാൾ വന്ന് ചെയ്യും, ഇങ്ങനെയാണത് ചെയ്യാം, നീ ഇതിപ്പോ ചെയ്തിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മളായാലും അതവിടെ അങ്ങേക്കും, ശരിയാ ഞാൻ ചെയ്താൽ ശരിയാവില്ല, അല്ലെങ്കിൽ എന്നെക്കാളും നന്നായിട്ട് ചെയ്യുന്നവരുണ്ട്, പിന്നെ എന്തിനും ഞാനിത് ചെയ്യണമെന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ തീർന്നു. അതിപ്പോ ഇന്ന പ്രായക്കാരനൊന്നുമില്ല, എല്ലാ പ്രായക്കാർക്കും ആ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നേ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ സ്ട്രെസ്സും സ്ട്രെയിനും കുറയ്ക്കാൻ വേണ്ടി മറ്റുള്ളവരോട് നമ്മൾ ചാടിക്കടിക്കുകയോ അല്ലെങ്കിൽ അവരെ പഴിചാരിക്കുകയോ ചെയ്യരുത്. കാരണം അവർക്കത് മനസ്സിലാവില്ല, നമ്മുടെ സ്ട്രെസ്സും സ്ട്രെയിനും ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളൊന്ന് റിലീഫ് ആവാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ അവരോട് ഷൗട്ട് ചെയ്യണത് എന്നുള്ളത് അവർക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അവരെ അത് കൂടുതൽ ഡിപ്രഷനിലേക്ക്, സങ്കടത്തിലേക്ക് നയിക്കുകയുള്ളൂ. ആ സ്ഥാനത്ത് നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയാലുണ്ടല്ലോ, എല്ലാവർക്കും ഒരേപോലെ പോകാൻ സാധിക്കും. നമ്മൾ ഡിപ്രഷനിലാണെങ്കിൽ നമ്മൾ സങ്കടത്തിലാണ് ഇരിക്കുന്നത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അവരവരുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് നമുക്ക് തരും, നമ്മളെ കംഫർട്ട് സോണിലാക്കാൻ. അതാണ് വേണ്ടത്. അല്ലെങ്കിൽ പരസ്പരം പഴിച്ചാലും മഴക്കിട്ടും നമ്മുടെ ഈ നല്ലൊരു ജീവിതത്തിൽ വളരെ കുറച്ചല്ലേ നമുക്ക് ജീവിതമുള്ളൂ. എത്ര കാലം വരെ ജീവിക്കും, എത്ര വയസ്സ് വരെ നമ്മൾ ജീവിക്കും, നമുക്ക് വല്ല ഉറപ്പുണ്ടോ? ഇന്ന് കാണുന്നതിനെ നാളെ കാണുന്ന ഒരു ഉറപ്പുമില്ല അല്ലെ? നമ്മൾ ഓരോരുത്തരും വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ തിരിച്ചു വരുമെന്ന് വല്ല ഉറപ്പുണ്ടോ? സോ ഉള്ള ലൈഫ് ഏറ്റവും ഹാപ്പിയായി മറ്റുള്ളവരുമായി ഷെയർ ചെയ്ത് ജീവിക്കാൻ, മറ്റുള്ളവരെ സന്തോഷത്തിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.